കോൺഗ്രസിന്റെ പാലക്കാട് MLA ആയ രാഹുൽ മങ്കൂട്ടത്തിലിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ നീങ്ങുന്ന BJPയുടെയും CPIMന്റെയും ശ്രമങ്ങളെ കൃത്യമായി തടുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന വജ്രായുധമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ സഭയിലേക്ക് കാലുകുത്തിക്കരുത് എന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണ് CPIMനുള്ളത്? കൊല്ലം MLA ആയ മുകേഷ് CPIMന് വേണ്ടി എന്ത് പ്രവർത്തനമാണ് നടത്തിയത്? അയാൾ കാണിച്ച വഷളത്തരങ്ങൾ അത്രയൊന്നും ഇവിടെ ഒരു നേതാവും കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമായി വൃത്തിയായി VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും വളരെ മോശമായി അധിക്ഷേപിക്കാൻ രാജൻ ജോസഫിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ, മൂന്നാംകിട മാധ്യമപ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് അവരെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സെറ്റിൽമെന്റിന് വേണ്ടി, വിലപേശലിന് വേണ്ടി ഒക്കെ ശ്രമിക്കുന്ന പല ചാനലുകളും ഇപ്പോൾ കുമിളകൾ പോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നത് കാശാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മണി ഓറിയന്റഡ് ആയിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തനം നടത്തുന്ന ഏതാനും ചില ലോക്കൽ ചാനലുകളാണ് ഇതൊക്കെ എന്ന് വളരെ വ്യക്തമാകുന്ന സാഹചര്യമാണ്. ഇവരൊക്കെ കൃത്യമായി ശിക്ഷിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്ന് ലക്ഷ്മി പത്മയെ പോലുള്ള മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ അവരെയും വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയാണ് രാജൻ ജോസഫിനെ പോലുള്ളവർ നടത്തുന്നത്. നോക്കൂ, ലക്ഷ്മി പത്മ പറഞ്ഞത് എന്താണ്? ഞാൻ ഇരയെ കണ്ടു, അവരുടെ അടുത്തിരുന്ന് സംസാരിച്ചു, ഈ രീതിയിലാണ് പറഞ്ഞത്. ആ വിഷയത്തിനെ വരെ വളച്ചൊടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാസ്തവത്തിൽ ലക്ഷ്മി പത്മ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, മറിച്ച് ഇവിടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ ചില ഉണ്ടയില്ല വെടിവെച്ചുകൊണ്ടിരിക്കുന്ന പല മാധ്യമപ്രവർത്തകരും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് CPIMന്റെ ലോബികൾ തന്നെയെന്ന് വളരെ വ്യക്തമാണ്. അവർക്ക് പുളിച്ചു തികട്ടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ചെറുപ്പക്കാർ ഉദിച്ചു വരുന്ന ആ വിഷയം കാണുമ്പോൾ. കാരണം JJ ഷൈനെതിരെ വലിയ തോതിലുള്ള വാർത്തകൾ വന്നപ്പോൾ വൈപ്പിൻ MLAയും കൂട്ടിച്ചേർത്ത് വന്ന പല രീതിയിലുള്ള വാർത്തകൾ, അതൊക്കെ മഞ്ഞപത്രങ്ങൾ പടച്ചുവിടുന്നതാണെന്നും KM ഷാജഹാൻ എന്ന കമ്മ്യൂണിസ്റ്റ് വിരോധിയുടെ ജൽപ്പനങ്ങൾ മാത്രമാണെന്നും ഒക്കെ തട്ടിവിടാൻ വളരെ എളുപ്പം കഴിയുന്നുണ്ട്. JJ ഷൈനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പെട്ടെന്ന് തന്നെ FIR ഇടുന്നു. എന്നാൽ ഈ ധൃതിയും ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജിൻഡോ ജോണിന്റെ ഭാര്യയ്ക്ക് നേരെ ഉണ്ടായപ്പോൾ ഒരു രീതിയിലും പറഞ്ഞില്ല. അതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത്. പല രീതിയിലാണ് ഇവിടെ ആളുകൾ പ്രതികരിക്കുന്നത്. സാധാരണക്കാർക്ക് ഈ പറയുന്ന പരിരക്ഷയോ സ്ത്രീ സുരക്ഷയോ ഒന്നുമില്ല. അതേസമയം CPIMലെ മുതിർന്ന ചില നേതാക്കൾക്ക് വലിയ തോതിലുള്ള പരിരക്ഷയുമുണ്ട്. ഇതെന്ത് രീതിയിലുള്ള നീതിയാണ്? ഇരട്ട നീതി, ഇരട്ടത്താപ്പ് കയ്യൂടെ പൊളിച്ചെടുക്കുകയാണ് ജിൻഡോ ജോൺ ചെയ്തത്.